السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه الذي علم القرآن وعلمه البيان نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖിയായി ജീവിക്കുവാനും മുത്തഖിയായി മരിക്കാനും മുത്തഖീങ്ങളുടെ കർമ്മരേഖ വലതു കൈയിൽ സ്വീകരിക്കാനും ഭാഗ്യമുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരാകാൻ സാധിക്കണമെങ്കിൽ ഒരു മനുഷ്യന് ആദ്യമായി ഉണ്ടാവേണ്ട ഗുണം അവൻ മുത്തഖിയാവുക എന്നതാണ്. ലോകത്ത് വന്ന സർവസ്വ പ്രവാചകന്മാരും മനുഷ്യന്മാരെ മുത്തഖിയാവാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. ഉലുൽ അസ്മിൽപ്പെട്ട ആദ്യത്തെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു: കദ്ദബത്ത് ഖൗമു നൂഹിനിൽ മുർസലീൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ജനത തള്ളിക്കളഞ്ഞു. എപ്പോഴാണ് തള്ളിയത്? ഇദ്ഖാല ലഹും നൂഹുൻ അലാ തത്തഖൂൻ. നൂഹ് നബി ആ സമൂഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? അലാ തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ പ്രവാചകനെ ആ സമൂഹം തള്ളിക്കളഞ്ഞു. എന്നാൽ അതിനുശേഷം വന്ന പ്രവാചകനായ കദ്ദബത്ത് ആദുനിൽ മുർസലീൻ. ആദ് സമൂഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കായിക ശേഷിയുള്ള സമൂഹമാണ്. അവർ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്തിരുന്നത് തെബുനൂന ബി കുല്ലി റിയഇൻ ആയത്തൻ തഅബസൂൻ. എല്ലാ മേടുകളിലും മര തുരന്ന് വീടുകൾ ഉണ്ടാക്കുന്ന സമ്പ്രദായമായിരുന്നു ആദ് സമുദായത്തിന്. അവരോട് ആദ് സമുദായത്തിൻ്റെ നബിയായ ഹൂദ് നബി ചോദിക്കുന്നു,
ഇത് ഖാല ലഹും അഖൂഹും ഹൂദ് അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നില്ലേ? ഉണ്ടോ? അപ്പം നൂഹ് നബി തൗഹീദിൽ തഖ്വയിലേക്ക് ക്ഷണിച്ചു, അതുപോലെ ഹൂദ് നബി ക്ഷണിച്ചു. കദ്ദബത്ത് സമൂദുൽ മുർസലീൻ, സമൂദ് സമുദായത്തിലേക്ക് പ്രവാചകൻ വന്നു, ആ പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം? ഇത് ഖാല ലഹും അഖൂഹും സാലിഹ്, അവരുടെ പ്രവാചകനായ സഹോദരനായ സാലിഹ് നബി അവരെ ക്ഷണിച്ചു. അലാ തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? അപ്പം തഖ്വയിലേക്ക് എല്ലാ പ്രവാചകന്മാരും ജനങ്ങളെ ക്ഷണിച്ചു. ഞാനിപ്പോൾ ഖുത്ബയുടെ മുഖവരയിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ആരും മരിക്കരുത്. ഉണ്ടോ? അപ്പം മുത്തക്കിയാണെങ്കിലേ മുസ്ലിം ആവാൻ കഴിയും. അപ്പം മുത്തക്കിയാവണം. സാധാരണഗതിയിൽ മുത്തക്കാവുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു രൂപമാണ്. മുത്തക്കികൾ അല്ലേ? ഒരു രൂപം, ശരീരത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് കടന്നാൽ മുത്തക്കിയായി എന്നുള്ള ധാരണയാണ്. സത്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന തഖ്വ അതല്ല. തഖ്വ ഒരു മനുഷ്യൻക്കുണ്ടായാൽ അയാളുടെ മനസ്സിൽ അസ്വസ്ഥതകൾ കുമിഞ്ഞുകൂടുമ്പോൾ ആ തഖ്വയുള്ള മനസ്സിൽ നിന്ന് അള്ളാഹു അത് നീക്കിക്കളയും. ആ ടെൻഷൻ കൽബിൽ തഖ്വ കയറിയാൽ, അതാണ് അതിൻ്റെ അടയാളം. ഒരാളുടെ കൽബിൽ തഖ്വ കയറിയാൽ അയാളുടെ മനസ്സിൽ ടെൻഷൻ നിൽക്കൂല. ടെൻഷൻ നിൽക്കുന്നുണ്ടോ എങ്കിൽ തഖ്വ ഇല്ല. ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. സാധാരണ തഖ്വ ഉണ്ടാകാൻ ആളുകൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ രൂപം അങ്ങോട്ട് മാറ്റും, അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ അറിയോ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ ശരീരത്തിൻ്റെ സൗഷ്ഠവങ്ങളിലേക്കോ നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. നിങ്ങളുടെ വസ്ത്രധാരണ രീതിയൊന്നും അള്ളാഹു നോക്കുന്നില്ല. വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅ്മാലിക്കും, നിങ്ങളുടെ കൽബ് കൊള്ളയാണ് അള്ളാഹിൻ്റെ നോട്ടം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊള്ളയാണ് അള്ളാഹിൻ്റെ നോട്ടം, അല്ലാണ്ട് നിങ്ങളുടെ രൂപലാവണ്യത്തിലേക്കല്ല. രൂപം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മാറ്റാം, മനസ്സിലായോ? രൂപത്തിലല്ല അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് കൽബ് കൊള്ളയാണ്. അപ്പം കൽബാണ് ശരിയാവേണ്ടത്. കൽബ് ശരിയായാൽ തൽഖിബിന് ഹബീബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ വഖഅത്തിൽ ഫിത്നത്തു ഫതുത്ഫിഹു ബിത്തഖ്വ, ഒരാളുടെ കൽബിൽ തഖ്വ ഉണ്ടായാൽ, ഇദാ വഖഅത്തിൽ ഫിത്ന, അദ്ദേഹത്തിന് അസ്വസ്ഥത ബാധിച്ചാൽ, ഫതുത്ഫിഹുഹാ ബിത്തഖ്വ, തഖ്വ അത് മായ്ച്ചു കളയും, ഇല്ലാതെയാകും. തഖ്വയുള്ള കൽബിൽ അത് ഇല്ലാണ്ടാവും, ഏത് തരം പ്രയാസം ഉണ്ടായാലും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? കാലു, കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ചോദിച്ചു, ഒമ തഖ്വ, എന്താണ് തഖ്വ? അപ്പം അദ്ദേഹം പറഞ്ഞു, വാൻ തഅമല ബി താഅത്തില്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യുക ഒന്ന്, അലാ നൂരി മിനല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നന്മയായിരിക്കണം. നമുക്ക് കൽബ് തോന്നുന്ന നന്മകളല്ല, അള്ളാഹിൻ്റെ ഖുർആനിലുള്ള നൂറ് പ്രകാരം, പ്രകാശപ്രകാരം ഉള്ള നന്മകൾ ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് മുത്തക്കിയാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഖുർആനുമായി ബന്ധം ഉണ്ടാവണം. ഖുർആനുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് മുത്തക്കിയാന്ന് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രൂപവും സംസാരവും ഒക്കെ ലാളിത്യം ഉണ്ടാക്കാം, വളരെ മനോഹരമായി സംസാരിക്കാം, നല്ല ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള സംസാര ശൈലി സ്വീകരിക്കാം, വസ്ത്രദാന രീതി സ്വീകരിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ നമുക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം, നന്മ ചെയ്യാൻ കഴിയണം. അതോടൊപ്പം വാൻ നെത്രുക്ക മത്സ്യത്തില്ല, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയണം, അപ്പോഴേ തഖ്വ ഉണ്ടാവുള്ളൂ. വാൻ നെത്രുക്ക മത്സ്യത്തില്ല, അതും അലാ നൂറി മിനല്ലാ, അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന തിന്മകളെല്ലാം ഒഴിവാക്കുക. എന്നിട്ടോ തഖാഫു ഇഖാബല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക. അപ്പം അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെടണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവരുത്, ഉണ്ടാവണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് എന്തുണ്ടാകുക? തഖ്വ ഉണ്ടാകുക. അപ്പം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പുറത്തുകയും അള്ളാഹ് ഖുർആനിൽ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും, അതോടൊപ്പം ഇതൊക്കെ ചെയ്യുന്നത് ഇഖാബ് അള്ളാഹിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകയും. സാധാരണഗതിയിൽ ഞാൻ നല്ലവനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ എനിക്ക് എന്ത് ചെയ്യാം? ഖുർആനിൽ പറഞ്ഞതുപോലെ ജീവിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും അള്ളാൻ്റെ ഒന്നും കൂടിയിട്ടില്ല. അത് അള്ളാൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് ചെയ്യണം. പരലോകത്ത് ഞാൻ ചെല്ലുമ്പോൾ അള്ളാൻ്റെ ശിക്ഷ എന്നെ ബാധിക്കുമല്ലോ എന്ന ഭയം കൊണ്ട് ചെയ്യണം. അതുപോലെ തന്നെ മഹാനായ അലി അള്ളാഹുവിനു തഖ്വക്ക് പറഞ്ഞ നിർവചനം ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹം പറയാണ്, ഇമാം ഖലീഫ അലി അള്ളാഹുനു പറയാണ്, ഹിയൽ ഖൗഫ് മിനൽ ജലീൽ,
അത് മഹാനായ റബ്ബിനെ ഭയപ്പെടലാണ്. ഉണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ മഹാനായ റബ്ബിനെ ഭയപ്പെടലാണ്. മഹാനായ റബ്ബിനെ ഭയപ്പെടണം എന്ത് വേണം? വിശുദ്ധ ഖുർആൻ എന്താണെന്ന് അറിയണം. അല്ലാണ്ട് ഭയപ്പെടാൻ കഴിയില്ല. വെറുതെ എങ്ങനെ ഭയം ഉണ്ടാക്കാം, ആർട്ടിഫിഷ്യലായി. പക്ഷെ അത് ഭയമല്ല. അള്ളാഹിനെ ഭയപ്പെടാൻ കഴിയണം. അതാണ് അലി അള്ളാഹു ഹിയൽ ഖൗഫ് മിനൽ ജലീൽ. മഹാനായ റബ്ബിനെ ഭയപ്പെടണം. വൽ അമല ബി തൻസീൽ. ഉണ്ടോ? വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള അമല് വേണം. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഞാൻ ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീൻ യഗുല്ലൂ മിൻ അബ്സാരിഹിം. ഭൂമുഖത്ത് നടക്കുമ്പോൾ വിശ്വാസികളെ നിങ്ങൾ അന്യ സ്ത്രീകളിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തണം. ഒരൊറ്റ കൽപ്പനയെ പറഞ്ഞിട്ടുള്ളൂ. നമ്മളാകെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ അന്യ പെണ്ണുങ്ങളെ നോക്കാനാണ്. അന്യ പെണ്ണുങ്ങൾ ഇറങ്ങുന്നുണ്ടോ? അന്യ ആണുങ്ങളെ നോക്കാനാണ്, അല്ലേ? കുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസികളോട് പെണ്ണുങ്ങളോട് പറഞ്ഞേക്കൂ, യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, കണ്ണുകൾ താഴ്ത്തണമെന്ന്. ഉണ്ടോ? അപ്പൊ കണ്ണുകൾ താഴ്ത്തണം. കണ്ണുകൾ നമ്മൾ ഏത് കണ്ണ്? അകക്കണ്ണ്. നമ്മൾ കാണുന്ന കണ്ണിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കരുത് അകക്കണ്ണ്. അകക്കണ്ണ് താവണം. അപ്പോഴെന്തുണ്ടാവുള്ളൂ? ഈ ലോകത്ത് കാണുന്ന 95% കുടുംബ പ്രശ്നവും തീരും, ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിങ്ങൾ ആർക്കാ സമാധാനമുള്ളത്? ആണും പെണ്ണും കുത്തഴിഞ്ഞ് ജീവിക്കാൻ ഓരോരുത്തർക്ക് തോന്നിയ പോലെ, അല്ലേ? നമ്മളുടെയൊക്കെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ സങ്കടത്തിലാണ്. എന്താ കാരണം? വിശുദ്ധ ഖുർആൻ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, ഉൾക്കൊണ്ടില്ല. വിശുദ്ധ ഖുർആനും ഉൾക്കൊള്ളുമ്പോഴാണ് പറഞ്ഞ നിയമം പഠിക്കുക. ഉണ്ടോ? ഒരൊറ്റ നിയമമേ പറഞ്ഞിട്ടുള്ളേ, അതിൽ തന്നെ നമ്മൾ പരാജിതരാണ്. അപ്പം എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുമ്പോൾ എന്തുണ്ടാവുള്ളൂ? അതാണ് വൽ അമല ബി തൻസീൽ. അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള പഠനം നടത്തണം. അപ്പോഴേ തക്കവ ഉണ്ടാവുള്ളൂ. വൽ ഖനാഅത്തു ബിൽ ഖലീൽ. അലി അള്ളാഹു പറയുന്നത് മൂന്നാമതായി, വൽ ഖനാഅത്തു ബിൽ ഖലീൽ. അള്ളാഹു തന്നതിൽ കുറഞ്ഞതാണെങ്കിൽ അതിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം. അപ്പോഴേ തക്കവ ഉണ്ടാവുള്ളൂ. കുറഞ്ഞത് അള്ളാഹ് തന്ന കുറഞ്ഞതിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം. നമ്മൾക്കെന്താ? നമ്മൾ കുറഞ്ഞത് തന്നാൽ അധികം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അല്ലാണ്ട് അള്ളാന്റെ കലാമ് വർദ്ധിപ്പിക്കാനോ ഖുർആൻ പഠിക്കാനോ ഇസ്ലാമിലേക്ക് വരാനോ മുത്തക്കിയാവാനോ പരലോകത്ത് രക്ഷപ്പെടാനോ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയൊന്നും നമുക്കില്ല. നമ്മൾ ദുനിയാവ് നേടാൻ വേണ്ടി കണ്ണന്നായി പായി പോലെ പായാണ്. ഒരു ദിവസം പോലും ഒരു സെക്കൻഡ് പോലും ഒഴിഞ്ഞിക്കൂല, അല്ലേ? കാര്യമായ ചിന്ത മുഴുവൻ ദുനിയാവ് ഉണ്ടാക്കല. അല്ലാണ്ട് നമുക്കെന്തില്ല? പരലോകമോ തെക്കുവയോ ഒരു മുത്തക്കിയായി മരിക്കണമെന്ന് നമ്മളെ കൽബിൽ ഇന്ന് വരെ സ്വരൂപിച്ചില്ല. ആണും പെണ്ണും എപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള സ്വരൂപം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണാൻ അഴകുള്ളവനാവണം, ഞാൻ കാണാൻ അഴകുള്ളവളാവണം. അതിനെന്തെല്ലാം പണിയെടുക്കണം. നിങ്ങൾ നോക്കേണ്ടി ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഡ്രസ്സിംഗ് ടേബിൾ നോക്കിയാൽ അറിയാം. ആയിരക്കണക്കിന് ഉറുപ്പിൻ്റെ സാധനങ്ങളാണ് അതിലുണ്ടാകുക, അല്ലേ? മുടി വടിയാക്കാനുള്ളത്, ചുണ്ട് ചോപ്പിക്കാനുള്ളത്, കൈൻ്റെ എല്ലാ നഖവും ഇടുന്ന ഡ്രസ്സിനനുസരിച്ചുള്ള കളറ് പോളിഷ് ചെയ്യാൻ, അല്ലേ? ഇതൊക്കെ അല്ലേ പണി? അതെന്തിനാ? അന്യ ആണുങ്ങൾ നോക്കാൻ. അള്ളാഹ് പറയൂ, താവത്താ കണ്ണ്. ഈ ആയത്ത് പഠിച്ചൊരു പെണ്ണ് കഴിയോ? ഇല്ല. ഇനി എത്ര മുത്തക്കിയാണെങ്കിലും മോളെ കല്യാണത്തിനെന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്യൂട്ടീഷ്യൻ പാർലർ നാളെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? മോന്തമ്പിൽ പോയി പുള്ളിയിടും, അല്ലേ? പല ഭാഗത്തും തിളങ്ങുന്ന പുള്ളികൾ. പിറ്റേന്നുണ്ടാവുക പുള്ളി ഉണ്ടാവില്ല. എന്താ അപ്പം പറയാ? കല്യാണമല്ലേ മൗലവി, ആകെ ഒരു ദിവസമല്ലേ മൗലവി. ഉണ്ടോ? ഇത് എന്നോടല്ല പറയേണ്ടത്, അള്ളാഹിനോടാ. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാമിസാത്ത്, പിരികം നേർപ്പിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹ് റസൂല് ശപിച്ചിട്ടുണ്ട്. കേൾക്കണം നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇന്ന് തുടങ്ങിയതാണ് എന്ത്? പിരികം നേർപ്പിക്കലും ബ്യൂട്ടി പാർലറൊക്കെ. ബ്യൂട്ടി പാർലറും പിരികം നേർപ്പിക്കലൊക്കെ റസൂലിൻ്റെ കാലത്തേ ഉണ്ട്, റസൂലിനെ ശപിച്ചതുമാണ്. അപ്പം എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ കോലം മാറ്റലല്ല, ശരീരത്തിൻ്റെ ഇതിലല്ല വേണ്ടത്, കൽബിൻ്റെ അകത്ത് വരണം. അപ്പോഴേ പുറത്തേക്ക് നൂറാവുള്ളൂ, അത് പ്രകാശമായി വരണം പുറത്തേക്ക്, കേട്ടോ? തഖ്വ എന്ന് പറയുമ്പോഴേക്കും ഫുൾക്കൈ കുപ്പായും താടിയും തൊപ്പിയൊക്കെ വെച്ചാൽ തഖ്വ ഉണ്ടാവും ധരിക്കേണ്ട ഒരു വിഡ്ഢികളാണ്. അതൊക്കെ ശരീരത്തിൻ്റെ പുറത്തുള്ളതാണ്, അകത്തേക്ക് കയറണം, കേട്ടോ? അപ്പോഴെന്തുണ്ടാവുള്ളൂ? പിന്നെ അപ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. തൃപ്തിപ്പെടാൻ ഇതുവരെ കഴിഞ്ഞോ? ഉള്ളതുകൊണ്ട് നമുക്ക് ആണിനും കഴിയില്ല പെണ്ണും കഴിയില്ല. കഴിയോ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ടല്ലേ കുടുംബജീവിതം വീണ്ടും അസ്വസ്ഥതയിലേക്ക് പോയത്, അല്ലേ? ഭർത്താവിൻ്റെ കഴിവനുസരിച്ച് ജീവിക്കാത്ത ഭാര്യ, ഉപ്പയുടെ കഴിവനുസരിച്ച് ജീവിക്കാത്ത മക്കൾ,
അവരെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം ഞാൻ ഓടി നടക്കുന്ന മാതാപിതാക്കൾ എല്ലാം കൂടിയിട്ട് ഈ സമൂഹത്തെ നശിപ്പിച്ച് കുത്തുപാടെടുപ്പിച്ചു ഇല്ലേ? കുത്തുപാടെടുത്തു കഴിഞ്ഞാൽ എന്തു പറയും? മൗലവി ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ലേ പോനും, ഓൻ പറഞ്ഞാൽ കേൾക്കൂല. നീ അള്ള പറഞ്ഞ കേട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ എൻ്റെ മോനെ പറഞ്ഞ് കേൾക്കല് നടക്കൂല. വെറുതെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് എൻ്റെ മോനും എൻ്റെ മകളും ഒന്നും ഞാൻ പറഞ്ഞ പോലെ മൗലവി നമ്മളോട് വരെ എന്താ അറിയോ? മൗലവി ഇന്നത്തെ കാലം നിങ്ങൾക്ക് അറിയില്ലാണ്. ഇന്നത്തെ കാലത്തുള്ള എല്ലാ കാലത്തുള്ള ആളോട് അല്ല പറഞ്ഞു, പക്ഷെ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കാന്ന് പറയാന്നല്ല. അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസുന്ന, അള്ളാഹുവെ വിശുദ്ധ ഖുർആനും തിരു സുന്നത്തും അനുസരിച്ച് നീ ഞങ്ങളെ ജീവിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലാണ്ട് എന്താണ് ഖുർആനിലുള്ളത് എന്താണ് ഹദീസിലുള്ളത് ഒന്നും അറിയില്ല. അങ്ങനെ ജീവിച്ചു. പുരണ്ടാക്കി, വീടുണ്ടാക്കി, കാറ് വാങ്ങി, സ്ഥലം വാങ്ങി, കച്ചവടം വലുതാക്കി, ബിസിനസ്സുകളെല്ലാം ഉഷാറാക്കി. അവസാനം കണ്ണടഞ്ഞപ്പോൾ ഒരു വസ്തു ഇല്ലാണ്ട് ബട്ടപൂജ്യം. അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? കൽ ബൈത്തിൽ ഹിറബ്, ഓൻ മരിച്ചു പോകുന്നത് തകർന്നടിഞ്ഞൊരു കെട്ടിടം പോലെയാണ്. ഖുർആൻ കൽബില്ലാത്തൊരു മനുഷ്യന്റെ മയ്യത്ത് പോകുന്നത് എങ്ങനെയാണ്? തകർന്നടിഞ്ഞ വീട് വരെ. വെറുതെ ദുശിബിശി നാവുകൊണ്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് ഇതൊന്നും തക്കുവല്ല. അതൊക്കെ ആർക്കും കഴിയണ്ട. പലജാതി ഒച്ചയുണ്ടാക്കുക. അത് റസൂലിന്റെ വാക്ക് ഉപയോഗിച്ച വാക്കിന് എന്താ അറിയോ? ഹമസത്ത് എന്നാ. ഇങ്ങനെ പിറുപിറുക്കനാവുകൊണ്ട് അപ്പം അടുത്തുള്ള വിചാരിക്കും എനിക്ക് തക്ക് വേണ്ടതെന്ന്, നിങ്ങൾക്ക് തോന്നും തക്ക് വേണ്ടതെന്ന്. പക്ഷെ നിങ്ങളെ ഉള്ളിലേക്ക് ഇത് കയറൂല, ഒരൊറ്റ ആയത്ത് പോലും കയറൂല. കയറണമെങ്കിൽ എന്ത് വേണം? അള്ളാന്റെ കലാം പഠിക്കണം, പിന്നെ തൃപ്തിപ്പെടണം ഉള്ളതുകൊണ്ട് അല്ലേ? ആർക്കാപ്പം കഴിയുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നിങ്ങളെ ഭാര്യനോട്, എനിക്ക് കിട്ടുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടണം ഇയ്യും മക്കളും, എന്നാലേ നമ്മൾ സന്തോഷമായി ജീവിക്കാം, എന്നാൽ നമുക്ക് മുത്തക്കിയായി ജീവിക്കാം. പറഞ്ഞു നോക്കി നിങ്ങൾ നടക്കുമോ? അപ്പോൾ എന്താ പറയുക? എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളുടെ മക്കളുണ്ടല്ലോ, ഓരൊക്കെ ജീവിക്കുന്നത് നിങ്ങൾക്കറിയോ? ഓലൊക്കെ സുഖിക്കുകയാണ്. ഞാൻ മാത്രമാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തക്കവുള്ള മാതാപിതാക്കളെ തക്കവില്ലാത്ത മക്കൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? തക്കുവാണ്ട് ഒഴിവാക്കി. എന്നിട്ട് ഓല കൂടി എന്നിട്ട് ശൈത്താൻ്റെ ആരായി? കൂട്ടുകാരായി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാ എല്ലായിടങ്ങളിലും. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതാണ് ഞാൻ അലി അള്ളാഹു പറഞ്ഞത്, എന്താണ് തക്കുവാന്ന് നിങ്ങൾ ശരിക്കും പഠിച്ചോളി. എന്താ പറഞ്ഞപ്പോൾ? ഹിയൽ ഖൗഫ് മിനൽ ജലീൽ, മഹാനായ റബ്ബിനെ ഭയപ്പെടാനുള്ള ഒരു കൽബുണ്ടാക്കുക, അപ്പം തക്ക് വരും. വൽ അമല ബി തൻസീൽ, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് മാറണം, അപ്പോഴേ തക്ക് വരും. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുന്ന ഒരു മനസ്സുണ്ടാക്കുക, അപ്പോഴേ തക്ക് വരും. വൽ ഇസ്തിഅദാദു ലി യൗമിർ റഹീൽ, അന്ത്യയാത്രക്കൊരുങ്ങുമ്പോഴുള്ള ഒരുക്കങ്ങൾ, പാതകങ്ങൾ ഒരുക്കി വെക്കുക, അപ്പോഴേ തക്കുവുണ്ടാകും. അത് ഓരോ ദിവസവും. ഇപ്പം ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച എന്തുണ്ടാക്കി പോകാനുള്ള മയ്യത്തിനുള്ളത് അത് ശ്രദ്ധിക്കണം. അതല്ലേ ഖുർആൻ പറഞ്ഞു, വൽ തൻളുർ നഫ്സുൻ മാ ഖദ്ദമത്തിൽ ഒദിൻ, നിന്റെ മയ്യത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എന്തുണ്ട് കൂടെ കൊണ്ടുപോകാൻ, അത് നീ ചിന്തിക്കണം, ഉണ്ടാക്കിയത് എന്താന്ന്. അപ്പോഴേ ഓരോ ദിവസവും നമ്മളുടെ മയ്യത്തിനുള്ളത് ശരിയാവുള്ളൂ. ഉണ്ടാക്കാൻ കഴിയും, ശേഖരിക്കണം, സമ്പാദിക്കണം കേട്ടോ. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിപ്പോൾ അല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാ, മുത്തഖീങ്ങളായ ആളുകൾക്കുള്ള പ്രത്യേകത എന്താ? രണ്ട് ലോകവും അവർക്കുണ്ടാവും. വല്ലാത്ത പ്രത്യേകത അത്. രണ്ട് ലോകത്തെയും സുരക്ഷ. ഇവിടെയും സുരക്ഷയാണ് മുത്തഖീങ്ങൾക്ക്, പരലോകത്ത് സുരക്ഷ. അല്ലാഹ് പറയാം, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു, ഒരു രാജ്യത്തുള്ള ജനങ്ങൾ അള്ളാഹിൽ വിശ്വസിക്കുകയും വത്തഖൗ, തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹിൻ്റെ ബർക്കത്ത് അവരുടെ നേരെ ചൊരിയും. അങ്ങനെ ബർക്കത്ത് ചൊരിയാൻ എന്താ? എല്ലാ സൗകര്യങ്ങളും അള്ളാഹ് ഉണ്ടാക്കി തരും. നിങ്ങൾ മുത്തക്കിയായി ജീവിച്ചു നോക്കി. നിങ്ങൾ പിന്നാലെ ഓടണ്ട, പൈസൻ്റെ പിന്നാലെ ഓടണ്ട, ആരോഗ്യത്തിൻ്റെ പിന്നാലെ ഓടണ്ട, ഒക്കെ തരും അള്ളാഹ്. ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ, അള്ളാഹിൻ്റെ ബർക്കത്ത് അള്ളാഹ് ചൊരിയുന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ട് കാര്യം വേണം, ഒന്ന് ഈമാൻ വേണം, രണ്ട് തഖ്വയും വേണം. ഇത് രണ്ടുണ്ടായാൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത്, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലെയും ഭൂമിയിൽ നിന്നും അള്ളാഹിൻ്റെ ബർക്കത്ത് അള്ളാഹ് ചൊരിയും. അപ്പം എന്തുണ്ടാവും? മാനസികമായിട്ടൊരു സമാധാനം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല, എല്ലാ സന്തോഷവും നമുക്ക് നൽകും. എന്നിട്ടോ അള്ളാഹ് പറയാം, വലാകിൻ കദബു, പക്ഷേ അള്ളാഹുവിൻ്റെ തഖ്വ എന്ന ആ ആശയത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ഫഅഖദ്നാഹും ബിമാ കാനു യക്സിബൂൻ, നാം അവരെ ശിക്ഷിച്ചു, പിടികൂടി ശിക്ഷിച്ചു. എന്താ കാരണം? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ശിക്ഷ തന്നു കൊടുക്കില്ലേ? എന്താ കാരണം? നമ്മൾ തഖ്വയിൽ നിന്ന് അകന്നു പോയതാണ്. അള്ളാന്റെ ഭയത്തിൽ നിന്ന് അകന്നുപോയി, അള്ളാന്റെ കൽപ്പനകളിൽ നിന്ന് അകന്നുപോയി, ഖുർആനിൽ നിന്ന് അകന്നുപോയി, പ്രവാചകന്റെ ചര്യകളിൽ നിന്ന് അകന്നുപോയി.
അപ്പം അള്ളാഹു ഇങ്ങനെ ശിക്ഷ തന്നുകൊണ്ടേ നിൽക്കും. നിങ്ങളറിയില്ല ഏത് നിലവിളിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഒരു ദുആ എന്ന ചിന്തയിലേക്ക് തന്നെ വരിക അല്ലേ. നമ്മളെപ്പാക്ക ഇന്ന അസുഖമാണ്, അല്ലെ എൻ്റെ ഉമ്മാക്ക് ഇന്ന അസുഖം, അല്ലെ എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന അസുഖം, എൻ്റെ മകൾക്ക് ഇന്ന അസുഖമാണ്, പ്രാർത്ഥിക്കണമെന്ന് കൽബ് തോന്നൽ അപ്പോഴാണ് അല്ലേ. അപ്പോഴാണ് ദീന് പറഞ്ഞാൽ തന്നെ കേൾക്കുള്ളൂ. അല്ലാത്തവർക്കത് ദീന് അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിരിക്കും അല്ലേ. ഇനി അപ്പോൾ ദുനിയാവിൽ എന്തുണ്ടായി? മുത്തക്കിങ്ങൾക്ക് 2 ലോകവും ബർക്കത്ത് കൊണ്ട് അള്ളാഹു ചൊരിഞ്ഞു. ഇനിയോ ആ മുത്തക്കി മരിക്കുമ്പോഴുള്ള കാര്യം അല്ല പറയാം. മുത്തക്കിയായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ കദാലിക യജ്ദില്ലാഹുൽ മുത്തഖീൻ, മുത്തക്കിങ്ങളുടെ മരണം അള്ളാഹു പറയുന്നു. അല്ലദീന തതവഫാഹുൽ മലായികത്ത്, മലക്കുകൾ അവരുടെ നേരെ ഇറങ്ങുകയും തയ്യിബീൻ, അവർ വളരെ വിശുദ്ധരായിരിക്കും, ശുഭ്ര വസ്ത്രധാരികളായിരിക്കും. നമ്മളെടുത്ത് വരുന്ന മലക്കെ മരണവേളയിൽ മുത്തക്കി മരിക്കുമ്പോൾ ഒരു ശുഭ്ര വസ്ത്രം ധരിച്ച മലക്കുകളാണ് വരിക. അല്ലാണ്ട് ഭീകര രൂപമോ പേടിപ്പെടുത്തുന്ന രൂപമുള്ള മലക്കുകളല്ല. വളരെ വളരെ മനോഹരമായ വസ്ത്രം ധരിച്ച നല്ല ശുഭ്ര വസ്ത്രധാരികളായ മലക്കുകൾ വരും. യഖൂലൂൻ, അവർ പറയും സലാമുൻ അലൈക്കും, മരിക്കുന്ന വ്യക്തിക്ക് മലക്ക് സലാം ചെല്ലും. അങ്ങനെ ആലോചിക്കോളൂ, മുത്തക്കിയായ മനുഷ്യൻ മരിക്കുമ്പോഴേ മലക്ക് സലാം ചെല്ലുന്നു. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മലക്ക് നമ്മളുടെ മുമ്പിൽ വന്ന് സലാം ചെല്ലുക. എന്തൊരു ഭാഗ്യം അല്ലേ. ഒരു നേരെങ്കിലും മനസ്സുകൊണ്ട് കുറിച്ചോ നിങ്ങൾ അങ്ങനൊന്നും മരിക്കാമെന്ന്? സലാമുൻ അലൈക്കും. എന്നിട്ട് അവർ പറയാം ദുഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. സലാം ചെല്ലിയതിന് ശേഷം പറഞ്ഞതാണ്. എന്താ കാരണം? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിച്ചു. സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞ അങ്ങനെ അല്ലാഹ് പറയാ. അങ്ങനെ മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ മരിക്കുമ്പോൾ നമ്മളുടെ നേരെ മലക്ക് വന്ന് സലാം ചെല്ലുകയും നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ഒരു മയ്യത്തായി ഭൂമിയിൽ നിന്ന് വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാട്ടെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരിച്ചു. ഇനി അള്ളാഹു പറയാണ് സൂറത്ത് സുമറിൽ, വസീഖല്ലദീന ഇത്തഖൗ റബ്ബഹും, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച, നേരത്തെ പറഞ്ഞ രൂപത്തിലെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കി പഠിച്ച് അത് കൽബോട് ചേർത്ത് വെച്ച് മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നിറയെ ഉള്ളൊരു ശരീരമായി ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ അവരെ സീക്കല്ലദീന ഇത്തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, അള്ളാഹു സ്വർഗത്തിലേക്ക് മലക്കുകൾ മുത്തഖീങ്ങൾ ആനയിച്ചു കൊണ്ടുപോകും. സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോവുക. ഒരു എത്തീമായ കുട്ടി പോകുമ്പോൾ പോവല്ല, മലക്കുകൾ കൂടെ ഉണ്ടാവും സ്വർഗത്തിലേക്ക് നയിക്കാൻ. അങ്ങനെ ഹത്തായിദാ ജാവുഹ, ആ മുത്തഖീങ്ങളായ ആളുകളെ നയിച്ച് അവർ സ്വർഗത്തിൻ്റെ പടിവാതിക്കലെത്തുമ്പോൾ ഫുത്തിഹത്ത് അബുവാബുഹ, അല്ല പറയാ 1400 കൊല്ലം മുമ്പാട്ടോ പറഞ്ഞ്, മുത്തഖീങ്ങളെ കാണുമ്പോൾ തന്നെ ഫുത്തിഹത്ത് അബുവാബുഹ, സ്വർഗ കവാടം തുറക്കും. ഇതൊക്കെ അന്ന് ഓദ്യം സഹാബത്തിന് എന്താണെന്നറിയില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, എവിടെയെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളെ കാണുമ്പോഴേക്കും തുറക്കുന്ന ഡോർ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഇല്ല, എത്ര സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ കാണില്ലേ? നമ്മളെ കാണുമ്പോഴേക്കും നമ്മളെ ഡോറ് തുറക്കുന്നു. ഫുത്തിഹത്ത് അബുവാബുഹ, സ്വർഗ കവാടം തുറക്കപ്പെട്ടു. വഖാലലഹും ഹസനത്തുഹ സലാം, അവിടെയുള്ള സ്വർഗത്തിൻ്റെ പാറാവുകാർ മുത്തഖീങ്ങൾക്ക് സലാം ചെല്ലും. ഇവിടുന്ന് സലാം ചൊല്ലിക്കൊണ്ടേ മയ്യത്ത്, അവിടെ ചെന്നപ്പോഴോ അവിടുന്ന് സലാം ഉണ്ടാവും. വഖാലലഹും ഹസനത്തുഹ, അവിടുത്തെ പാറാവുകാർ പറയുന്നു സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങളുടെ ജീവിതം മംഗളമായി. ആലോചിച്ച് നോക്കൂ, സ്വർഗത്ത് കയറാൻ പോകുമ്പോൾ മലക്ക് പറയാ നിങ്ങളുടെ ജീവിതം മംഗളമായിട്ടോ. കാരണം നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ച് ജീവിച്ചതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ അള്ളയും റസൂലും പറഞ്ഞതിൻ്റെ അപ്പുറം വിടാൻ ശ്രദ്ധിച്ചില്ല. എന്ത് ലാഭം കിട്ടിയാലും വേണ്ടെന്ന് വെച്ചു അല്ലേ? എത്ര ലാഭം കിട്ടിയാലും ശ്രദ്ധിച്ചു. എത്ര ആൾ കൈക്കൂലി എന്നാലും വാങ്ങിയില്ല അല്ലേ? എത്ര ലക്ഷക്കണക്കിന് രൂപ എന്നാലും തെറ്റിന് അടിമയായില്ല, കൂട്ടുന്നില്ല. അതാ പറഞ്ഞത്. അവർ പറഞ്ഞാ തിബുത്തും, നിങ്ങളുടെ ജീവിതം മംഗളമാണ്. അതുകൊണ്ട് ഫദ്ഖുലൂഹാ ഖാലിദീൻ, ശാശ്വതമായി സ്വർഗത്തിലേക്ക് കയറാം. ആനയിച്ചു കൊണ്ടുപോയി നമ്മളെ ശാശ്വതമായ സ്വർഗത്തിലേക്ക് ആനയിച്ച് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. വല്ലാത്ത അവസ്ഥ അല്ലേ? എന്നാൽ ഈ തക്കവയിൽ നിന്നൊക്കെ ഇപ്പം അറിയുന്ന തക്കവൊക്കെ വിട്ടിട്ട് അല്ല പറഞ്ഞ തക്കവൊന്നും ഉൾക്കൊള്ളാണ്ട് നമുക്ക് തോന്നിയപോലെ നമ്മൾ ജീവിച്ചു. എന്നാലോ അതും അല്ല തന്നെ പറയുന്നുണ്ട് സൂറത്ത് സുമറിൽ തന്നെ,
വസീക്കല്ലദിന കഫറു തഖ്വയിൽ നിന്ന് മാറി ജീവിച്ച ആളുകൾ അവരെ സീക്കയില ജഹന്നം നരകത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. അവരെ കൊണ്ടുകൊണ്ട് നരകത്തിൽ തഖ്വയില്ലാത്ത മയ്യത്തെ ഇപ്പം നമുക്കറിയാലോ. ഇപ്പം നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ആരാന്ന്, നമ്മൾ എങ്ങോട്ട് നയിക്കുന്നു ഇപ്പം നമുക്കറിയാം അല്ലേ. ഭാവനയൊക്കെ കണ്ടാൽ അറിയാം നമ്മളെങ്ങോട്ടാ നയിക്കുക. ഞാനും നിങ്ങൾ എന്താ പറയുക അറിയോ? നിങ്ങൾ സ്വർഗത്തിലാകുമോ? അള്ളാഹു ആയാലും. നിങ്ങൾ നരകത്തിലാകുമോ? അതും അള്ളാഹു ആയാലും. അങ്ങനെ നിങ്ങൾ പറയുക. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പാങ്ങളോടെയെന്ന് പറയില്ലേ? ആർക്കറിയാത്ത? ഇപ്പം മരിക്കുകയാണെങ്കിൽ എവിടെ എത്തുമെന്ന് അറിയാത്ത വലുപ്പത്തിൽ ആരാളുള്ളത്? ആരുമില്ല. അത് ഒയ്ബല്ല. അത് എൻ്റെ ജീവിതം എന്നോട് പറയുന്നുണ്ട്, ഞാൻ നരകത്തിലാണല്ലേ ഞാൻ സ്വർഗത്തിലാണ് പറയില്ലേ? നിങ്ങൾ ബേജാറാകുണ്ടോ? ബേജാറാകുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കൽബിൽ ഈമാനുണ്ട്. ഒന്നുമില്ലേ, ആനപ്പുറത്ത് പൊട്ടക്കടിച്ചാരി കുത്തിരിക്കുകയാണ് കുത്തുന്നുള്ളി. അപ്പം എന്താ പറഞ്ഞത്? വസീക്കല്ലദിന കഫറു ഇലാ ജഹന്നമ സുമറ. കൂട്ടമായിട്ടാണ് നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുണ്ട്. ഹത്തായിദ ജാവുഹ, അവരും നരകത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ ഫുത്തിയത്ത് അബുവാബുഹ, അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടാൽ വഖാലഹും ഹസരത്തുഹ, അതിൻ്റെ പാറാവുകാർ ഈ മുത്തക്കിയല്ലാതെ ജീവിച്ചു മരിച്ച മനുഷ്യനോട് അവർ പറയും, അല്ല അലം എഴുത്തിക്കും റുസുലും മിങ്ക്, നിങ്ങൾക്ക് പ്രവാചകന്മാർ ആരും വന്നിട്ടില്ലേ? ഇങ്ങനെ ഒരു പരലോകം ഉണ്ടെന്ന് പറഞ്ഞു തരാൻ, ഇങ്ങനെ മുത്തക്കിങ്ങളല്ലാണ്ട് മരിച്ചാൽ ഇന്നോടത്ത് എത്തുമെന്ന് പറഞ്ഞു തരാൻ ആരും വന്നിട്ടില്ല. അലം എഴുത്തിക്കും റുസുലും മിങ്കും യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും, റബ്ബിൻ്റെ ആയത്തുകൾ നിങ്ങൾ ഓതി കേൾപ്പിച്ചില്ലേ? നിങ്ങൾ ഈ ആയത്തൊന്നും കേൾക്കാണ്ട് ഇവിടെ വന്ന് എങ്ങനെയുണ്ട്? നരകത്ത് കയറണോട്ടെ. നമുക്കെന്ത് ആയത്തല്ലേ? നമ്മൾ ആയത്തൊക്കെ പഠിക്കേണ്ട മൂല്യന്മാരാണ്. അതൊക്കെ പിന്നെ നമ്മൾ പഠിക്കുന്നു അല്ലേ? യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും വയുന്ദിറൂനക്കും ലിഖാ യൗമിക്കും ഹാദ, ഈ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകാൻ ആരും വന്നിട്ടില്ലേ? ഇപ്പത്തെ താക്കീത് വന്നുകൊടുക്കുക അല്ലേ? അതുകൊണ്ടാണല്ലോ ചില ആൾക്കാർ പറയുന്നത് ഞാൻ മുജാഹിദ് പള്ളിയിലേ പോകില്ല, കാരണം താക്കീത് കേൾക്കേണ്ടി വരും. എന്നാൽ അറബിയിലോട്ട് പോയാലോ ഒന്നും കേൾക്കണ്ട, എനിക്കിട്ട് അറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, നല്ല സുഖമാണ്, മൂപ്പർക്കും അറിയില്ല എനിക്കും അറിയില്ല മൂപ്പർ എന്താ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താക്കീത് കിട്ടുക കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്? വയുന്തിറൂനക്കും ലിഖാ യൗമിക്കും ഹാദ, ഈ ദിവസത്തെക്കുറിച്ച് താക്കീത് തരാൻ ആൾ വന്നില്ലേന്നോ? മറുപടി നരകത്ത് കയറുന്നവൻ്റെ മറുപടി എന്താ? കാലു ബല, കാലു അവർ പറയാൻ ബല തീർച്ചയായും വന്നു. വലാക്കിൻ ഹക്കത്ത് കലിമത്തുൽ അദാബി അൽ കാഫിരീൻ, തഖ്വയിൽ നിന്ന് അകന്ന് ജീവിച്ച ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് അള്ളാഹിൻ്റെ കൽപ്പന അപ്പം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അപ്പം എന്ത് പറയും മലക്കുകൾ? നിന്ന് വയലു അറിയാൻ സമ്മതിക്കൂല. വക്കീല പറയപ്പെടും മുദ്ഖുലു അബ്വാബ ജഹന്നം, നരകത്തിൻ്റെ കവാടത്തിലൂടെ കയറിക്കൊള്ളി. ഖാലിദീന ഫീഹാദിൽ ശാശ്വതമാണ്. ഫബീസ മസ്വൽ മുത്തക്കബ്ബിരീൻ, വല്ലാത്ത വാക്കാട്ടോ സൂറത്ത് സുമറിൽ. ഫബീസ മസ്വൽ മുത്തക്കബ്ബിരീൻ, അള്ളാഹുവിൻ്റെ തഖ്വയിൽ നകന്ന് ജീവിക്കാനുണ്ടായ കാരണങ്ങൾ ഉള്ളിലുള്ള കിബറാണ്. അങ്ങനത്തെ മുത്തക്കബ്ബിരീങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം വല്ലാത്ത മോശമായതാണ്. മസ്വൽ മുത്തക്കബ്ബിരീൻ, മസ്വ പറഞ്ഞാൽ താമസ സ്ഥലമാണ്, മുത്തക്കബ്ബിരീങ്ങൾക്കുള്ള ഇടം വല്ലാത്ത മോശമാണ്. നമ്മളൊക്കെ ഉള്ളിൽ കിബറുണ്ടാവും. ആ കിബറാണ് നമ്മൾ എന്താക്കാത്തത്, നന്നാവാൻ വിടാത്തത് അല്ലേ? നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന കാരണം എന്താ? കിബറാണ്. കിബറില്ലാത്ത കൽബ് അള്ളാൻ്റെ കലാമ് കേൾക്കുമ്പോൾ സമീന കേട്ടു, അത്തതിനെ അനുസരിച്ചു പഠിച്ചോനെ. ഇതായത് എൻ്റെ ജീവിതത്തിൻ്റെ 60 വയസ്സിനൊക്കെയായി ഇനി നന്നാവെങ്കിൽ ചാൻസ് ഇല്ല, പഠിച്ചോനെ എന്ന് മുതൽ ഓരോ സെക്കൻഡും ഞാൻ നന്നാവുകയാണ് തീരുമാനിക്കൂലേ? 10-60 വയസ്സായിട്ട് ഇപ്പോൾ കണ്ടാൽ തോന്നാത്ത നോക്കണ്ട. ഇപ്പം എനിക്ക് 66 വയസ്സായി, പക്ഷെ എന്നെ കണ്ടാൽ ചിലർ വിചാരിക്കില്ല എന്ന്. കാരണം എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ എന്നേക്കാൾ പ്രായം തോന്നും. അങ്ങനെയുള്ളവരുണ്ട്, എൻ്റെ അത്ര പ്രായം തോന്നാത്തവരുണ്ട്. പക്ഷെ എന്തായാലും 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ, പഠിച്ചോനെ ഇന്നല്ലേ നാളെ ഇല്ല, അധിക ദിവസമില്ല ഉണ്ടോ? റസൂൽ എന്താ പറഞ്ഞത്? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഔ 70, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുർദൈർഘ്യം 60-70 വയസ്സാണ്. 70 വയസ്സാണെങ്കിൽ എനിക്ക് 4 കൊല്ലം കൂടിയുള്ളൂ. നിങ്ങളൊക്കെ ആലോചിച്ച് ചോദിക്കുക എത്ര ഉണ്ട്? നിങ്ങൾ വലിയ ടോപ്പിൽ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് പല ജാതി മുഖത്തൊക്കെ പലതും ഭാര്യ തേച്ച് ഒന്നുമൊക്കെ ഉണ്ടാക്കി പുരയെന്ന് വന്നതായിരിക്കും. പക്ഷെ അതൊന്നും മലക്കിന് പ്രശ്നമല്ല, നിങ്ങളെ പ്രായവും പ്രശ്നമല്ല ആണോ? എത്ര ചെറുപ്പക്കാരാ പോകുന്നത് ഓരോ ദിവസവും, എത്ര കുട്ടികളാണ് പോകുന്നത് അല്ലേ? അപ്പം ചിന്തിക്കുക, എങ്ങനെയെങ്കിലും പടച്ചോനെ ഈ
വഞ്ചിക്കപ്പെടുന്ന ഭൂമിയിൽ നിന്ന് അള്ളാഹുവെ നിന്റെ സ്വർഗം കരസ്ഥമാക്കി പോകാൻ അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പം വഞ്ചിക്കപ്പെടുന്ന ഈ ദുനിയാവിൽ നിന്ന് അല്പം, കാരണം എന്താ അറിയോ, ഇത് വല്ലാത്തൊരു മത്താവിൽ ഉറൂറാണ്. വഞ്ചിക്കപ്പെടുന്ന ചരക്ക് മാത്രമേ അവിടെ ഉള്ളൂ. ഓരോ മനുഷ്യനും വഞ്ചിക്കപ്പെടുകയാണ്. ഒന്ന് നമ്മളോട് ഒരാൾ ചിരിച്ചാൽ മതി, ഓന് വഞ്ചാനായിരിക്കും അല്ലേ? സലാം ചെല്ലുന്നവര് വരെ പേടിയപ്പം, സലാം ചെല്ലിയാൽ പേടിയാ. മുമ്പൊക്കെ സലാം ചെല്ലിയാ നമ്മളെ സ്വന്തം വിചാരിക്കുക അല്ലേ? ഇപ്പം സലാം ചെല്ലുന്നതിനായിരിക്കും ചിലവർ കടമാങ്ങാനാ അല്ലേ? ഇപ്പം ചിലവർ ഡോക്ടർമാർക്കൊക്കെ വരും, സലാം ചെല്ലിയ ഡോക്ടർക്ക് മനസ്സിലാവും ഇത് ഫീസ് ഇല്ലാത്തതാണെന്ന് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും ഒരു വഞ്ചനാ ലോകത്താണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക, സൗന്ദര്യം ഇല്ലാത്തവർ സൗന്ദര്യം ഉണ്ടെന്ന് വരുത്തുക, സംസാരശേഷി ഇല്ലാത്ത ആളുകൾ സംസാരിക്കാൻ കഴിവുള്ളവരാകുക. അങ്ങനെ എന്തെല്ലാം ആളുകളെ വഞ്ചിക്കാനുള്ളത് പഠിപ്പിക്കാനുണ്ട്. അതാണല്ലോ വ്യക്തിപ്രഭാവം പഠിക്കുന്ന പുസ്തകങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഒരാളെ എങ്ങനെ കയ്യിലെടുക്കണം, അതിന് പറ്റിയ ഡ്രസ്സ് പാൻറ്റും ടൈയൊക്കെ കെട്ടി നിൽക്കുന്ന കുറേ ആൾക്കാരുകളില്ലേ? എല്ലാ ഷോപ്പിലും കാണാം അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും കാണാം. നിങ്ങൾ എന്തെങ്കിലും സാറ് നിങ്ങളെ വിളിച്ച് അവസാനങ്ങളെ ചോറാക്കും അല്ലേ? ഓരോരോ അതിനായിട്ട് കുറേ ലേഡികളെ വെച്ചിട്ടുണ്ടാവും ഓരോ സ്ഥാപനവും, ഓരോരോ പെൺകുട്ടികളെ. ഒരു ഫോൺ ചെയ്യും, നിങ്ങളത് തീർന്നു അത് തീർന്നു. തനിയെ ഒരല്പം നന്നാകാൻ വിചാരിച്ചോനും കൂടി നന്നാകാൻ വിടൂല ഇവിടെ. കാരണം ഇത് അത്രമാത്രം ചരക്ക് വഞ്ചിക്കപ്പെടുന്ന നമ്മളെ കൽബിനെ വല്ലാണ്ട് മോഹിപ്പിക്കണം അല്ലേ? അപ്പം അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നല്ല ശക്തമായ മനക്കരുത്തോടു കൂടി തഖ്വയിലേക്ക് അടുക്കുക. വിശുദ്ധ ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്തുക. മരിച്ചു പിരിയുമ്പോൾ ഈമാനോടുകൂടി യാത്ര പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റും കുറ്റങ്ങളും ചെറുതും വലുതുമായത് റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിൽ മുഅ്മിനീന വഹദ. അയ്യുഹൽ ഇഖ്വാൻ വല്ലഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാ. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, തഖ്വയോടുകൂടി ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ബഹുമുഖമായ നേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്ത് അൻഫാലിൽ പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ, കോലത്തിലല്ല, കൽബിൻ്റെ അകത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, ഒന്നാമത്തെ നേട്ടം, നിങ്ങൾക്ക് ഫുർഖാൻ തരും. ഫുർഖാൻ എന്താ? ശരിയും തെറ്റും വേർതിരിക്കുക. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാണ്ട് കേട്ടിട്ട് വയലൂല. ഫുർഖാൻ തരും, ഒന്നാമത്തെ നേട്ടം. ഏത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവും. ചിലവർ പറയില്ലേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുണ്ടാവില്ല. ഞാൻ എന്ത് തീരുമാനിക്കണം, ഞാൻ തീരുമാനിച്ച് തെറ്റിപ്പോയോ, തെറ്റിയിട്ടില്ലേ എന്ന് അറിയാണ്ടൊക്കെ ആ ഒരവസ്ഥ ഉണ്ടാവില്ല. മുത്തക്കിയായ മനുഷ്യൻ എടുക്കുന്ന തീരുമാനത്തിന് ഫുർഖാൻ ഉണ്ടാവും. യജ്അൽ ലക്കും ഫുർഖാന, തീർന്നില്ല. രണ്ടാമത്തെ ഗുണം തഖ്വ കൊണ്ട് വയുക്കഫിർ അൻകും സയ്യിആത്തിക്കും, അതിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തഖ്വ ഉള്ളവരാണ്, എന്നാൽ പോലും ചിലപ്പോൾ തെറ്റുകൾ വരും. ആ തെറ്റുകൾ അല്ലാഹു മാപ്പാക്കും. അങ്ങനെ മുത്തഖിയിൽ നിന്ന് വരുന്ന തെറ്റ് അല്ലാഹു മാപ്പാക്കും. പോരെ? ഇനിയോ വയഗ്ഫിർ ലക്കും, അല്ലാഹു അത് പുറത്തും തരും. മാപ്പാക്കുക മാത്രമല്ല, ഇല്ലാണ്ടാക്കുക മാത്രമല്ല, പുറത്തും തരും. വല്ലാഹു ദുൽ ഫളിൽ അലീം, അല്ലാഹു വളരെ ഔദാര്യമുള്ളവനാണ്. വിശ്വാസികളായ മനുഷ്യന്മാരോട് അല്ലാഹുക്ക് ഭയങ്കര ഔദാര്യമാണ്. ഈ ഔദാര്യങ്ങളൊക്കെ തന്നിട്ടും, ഗ്രേസ് മാർക്കൊക്കെ തന്നിട്ടും ബാക്കിയാണ് നരകത്ത് പോകാനുള്ളതിൻ്റെ നേരെ പോകേണ്ടി വരും. അപ്പോഴാണ് നയിച്ച് നരകത്തിലേക്ക് നയിക്കപ്പെടുക കേട്ടോ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനിയോ മറ്റൊരു ഗുണം, മുത്തക്കിയായി ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും പല പ്രയാസങ്ങളിലും ചെന്ന് പെടും. പക്ഷെ അല്ലാഹ് കഴിച്ചിലാക്കും. അല്ലാഹ് പറയാം, സൂറത്ത് തലാഖിൽ അല്ലാഹ് പറയുന്നു, വമൻ യത്തഖില്ല, ആരെങ്കിലും മുത്തക്കിയായി ജീവിച്ചാൽ. ഇപ്പം മുത്തക്കിയായി എങ്ങനെ ജീവിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഒന്ന് ഖുർആൻ അറിയണം, രണ്ട് പ്രവാചകചര്യ അറിയണം, മൂന്നത് ജീവിതത്തിൽ പകർത്തണം അല്ലേ? ഇതൊക്കെ വേണം, എന്നാലേ മുത്തക്കിയാവൂ. അങ്ങനെ ജീവിച്ചാൽ യജ്അൽ ലക്കും മഖ്റജ, അവൻ നിങ്ങൾ പെട്ടുപോകുന്ന അപകടത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും.
നിങ്ങൾ അറിയാണ്ട് പോയി പെടുന്ന പല ആപത്തുകളുണ്ടാവും, അതിന് അള്ളാഹു രക്ഷപ്പെടുത്തും. അത് നിങ്ങൾക്കറിയില്ല എന്ന് മാത്രമല്ല അള്ളാഹ് പറയാം, ഓ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ്റെ ഉപജീവനം അള്ളാഹു അവൻ വിചാരിക്കാത്ത രൂപേണ അള്ളാഹു നടത്തിക്കൊണ്ടുപോകും. നിങ്ങളെ ഉപജീവനമില്ലേ, നമ്മൾ വിചാരിക്കേണ്ട പഠിച്ചോൻ ഈ കള്ളത്തെ ഞാൻ ചെയ്തില്ലേ എൻ്റെ ഉപജീവനം മുന്നോട്ടുണ്ടാകുകയില്ല, അത് അള്ളാഹ് നടത്തുന്നു. നിങ്ങൾക്ക് തക്കവുണ്ടോ, അള്ളാഹ് നടത്തും. നിങ്ങൾക്ക് പോരണ്ടാടക്കൂല, നിങ്ങളെ മക്കളെ കെട്ടിക്കാണ്ടക്കൂല, നിങ്ങളെ കഷ്ടപ്പാടിൽ അള്ളാഹ് ഉണ്ടാവും കൂടെ. ഇന്നല്ലാഹ ലമഅൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കൂടെയാണ് അള്ളാഹ്. അല്ലാണ്ട് കള്ളത്തരം ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ കൂടില്ല. അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് നേരില്ല എന്നാണ് പറയഎല്ലാവരും. ഖുർആൻ പഠിക്കാൻ നേരില്ല, വെറുതെ നേരിൽ ആകെ മക്കളെ പോറ്റെ. എന്നിട്ട് എന്താ കിട്ടി? ആ മക്കളെ കൊണ്ട് അവസാനം കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടാണ് പോയത് അല്ലേ? എത്രയോ മയ്യത്തിതാ നമ്മളെ കണ്ണമ്പറമ്പിലുണ്ട്, ഒരൊറ്റ മക്കളും അമ്പയ്ക്ക് തിരിഞ്ഞു നോക്കില്ല. നിങ്ങളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇന്ത്യയൊക്കെ വീട്ടിൽ നിന്ന് വന്നോലെ അവിടെ കൊണ്ടേക്ക് നിർത്തിയത്. ഒരു കുട്ടി തിരിഞ്ഞു നോക്കില്ല, കാരണം ആർക്കും നേരില്ല. അതുപോലെ പോയിട്ട് എന്താ ലാഭമൊന്നുമില്ലല്ലോ, എനിക്കെന്താ കിട്ടുക പോയിലോട്ട് പോയിട്ട് അല്ലേ? നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കിട്ടണം. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ കൽബെത്തിയിട്ടുണ്ട് അല്ലേ? നോക്കാം, അള്ളാഹ് പറഞ്ഞെന്താണ്? യജഅലക്കും മഖ്റജ, നിങ്ങൾ കുടുങ്ങും, പക്ഷെ കുടുക്കിയാൽ അള്ളാഹ് നിങ്ങൾ രക്ഷപ്പെടുത്തും. ഓ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, നിങ്ങളെ മനസ്സിൽ കണക്കൂട്ടാത്ത രൂപത്തിൽ അള്ളാഹു നിങ്ങൾ രക്ഷപ്പെടുത്തും. വമൻ യതവക്കൽ അലല്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹിൽ തവക്കുൽ ചെയ്താൽ, ഇൻഷൂർ അള്ളാഹ്ക്ക് ചെയ്താൽ, ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹ് മതി. നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്നത് അള്ളാഹ്ക്കായിരിക്കണം. ഇപ്പം നമ്മൾ വണ്ടിക്കൊക്കെ ഇൻഷൂർ ചെയ്യാൻ കാരണം എന്താ? അത് നിയമമാണ്, ഗവൺമെൻറ് നിയമമാണ് അല്ലേ? നേരെ മറിച്ച് ലൈഫ് ഇൻഷൂർ ചെയ്യേണ്ട ആവശ്യമില്ല, അള്ളാഹ്ക്ക് ഇൻഷൂർ ചെയ്താൽ മതി. ഫഹുവ ഹസ്ബുഹു, അള്ളാഹ് ഉണ്ടാവും. അത് മുത്തക്കയാണോ ഓൻ്റെ കൂടെ അള്ളാഹ് ഉണ്ടാവും, സംശയം വേണ്ട കേട്ടോ. അള്ളാഹു പറയാം മറ്റൊരു ഓഫർ, വമൻ യത്തഖില്ല, ആരെങ്കിലും തഖ്വയോട് ജീവിച്ചാൽ യജഅൽ ലഹു മിൻ അംരിഹി യുസ്ര, അവൻ ഏത് കാര്യത്തിൽ ഇടപെട്ടാൽ അത് എളുപ്പാക്കുമല്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ മുത്തക്കയാണോ തഖ്വയുള്ളവനാണോ അവൻ്റെ കാര്യം എളുപ്പാക്കുമല്ല. എന്താ പറഞ്ഞതിൻ്റെ ഇനി എന്താ നമുക്ക് തരേണ്ടതല്ല? വലിയ അനുഗ്രഹമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും മുത്തക്കയായൊരു മനുഷ്യനാണോ അവനക്ക് അള്ളാഹു അത് എളുപ്പാക്കും. ചില നിങ്ങളില്ലേ, ഞാൻ അവിടെ പോയി എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ലേന്ന്, പക്ഷെ കിട്ടി, അത് അള്ളാഹ് എളുപ്പാക്കും. കാരണം അവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ കിട്ടാൻ യാതൊരു സാധ്യതയില്ല, പക്ഷെ എനിക്ക് കിട്ടി. അത് നിങ്ങൾ പറയില്ലേ പല കാര്യങ്ങളിലും. ഞാൻ വിചാരിച്ചില്ല എൻ്റെ മക്കളെ ഞാൻ കെട്ടിക്കാൻ കഴിയുന്നു. ഒക്കെ ചെറിയ ചെറിയ മക്കൾ, 18, 20, 22, 24, 26 വയസ്സുള്ള പെൺകുട്ടികൾ. എങ്ങനെയാ പഠിച്ചോനെ ഇതിനെ കെട്ടിക്കുക? എന്നത്തെ വിവാഹ കമ്പോളത്തിൽ ഞാൻ കഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് കേട്ടു, എല്ലാം ഭംഗിയായി നടന്നു. ഓൻ്റെ വീടും ഉണ്ടായി, ഓൻ്റെ കല്യാണവും എല്ലാം കഴിഞ്ഞു അല്ലേ? ഏതായാലും എന്തേ നിന്ന് വയ്ക്കണം നിങ്ങളത് എല്ലാം അള്ളാഹ് നടത്തി. എന്തേ കാരണം? കൽബിൻ്റെ അകത്തൊരു ഇത്തിരി തക്കവ വന്നാൽ, നിങ്ങളൊരു ചാൺ അള്ളാഹിനോട് അടുത്താൽ അള്ളാഹ് മുഴ എടുക്കും, ഇങ്ങോട്ടൊരു മുഴം വരും. അപ്പോൾ നിങ്ങളൊരു ചാണ അടുത്തെങ്കിൽ അള്ളാഹ് അടുത്ത മുഴും കൂടി കൂടുമ്പോൾ ഒരു ചാണും ഒരു മുഴുവായി ഉണ്ടോ? അങ്ങനെയാണ് അള്ളാഹ് എടുക്കുക. നിങ്ങൾ നടന്നെടുത്താലോ അള്ളാഹ് ഓടിയെടുക്കും നമ്മളിലേക്ക്. കുറച്ചെടുത്താൽ മതി, ബാക്കിയൊക്കെ അള്ളാഹ് നമ്മളടുത്തേക്ക് അടുത്തോളൂ. അപ്പോൾ പിന്നെ നമ്മൾ അള്ളാഹിൻ്റെ ആളായി മാറും കേട്ടോ. അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. തഖ്വ കൊണ്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാകണം. തഖ്വ നൽകുന്ന ഇരു ലോകത്തെയും സുരക്ഷ ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകളും പൊറുക്കുന്ന മഹാനായ റബ്ബ് എൻ്റെയും നിങ്ങളുടെയും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി നമ്മെയും നമ്മുടെ കുടുംബത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മരേഖകളുടെ കർമ്മ റിക്കാർഡ് വലത് കൈയിൽ സ്വീകരിച്ച് സ്വർഗം പോകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന വൈവിധ്യമങ്ങളായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നിരവധി പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിച്ച് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉദ് ദുആ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين اللهم ألحقنا مع الصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.